നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയിൽ അശാന്തി പരത്തി ഇറാനിൽ US ഇസ്രായേൽ സംയുക്ത ആക്രമണം നടത്തിയതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രിയാണ് സംയുക്ത ആക്രമണത്തെക്കുറിച്ച് സ്ഥിരീകരിച്ചത്. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ സ്ഫോടന ശബ്ദം കേട്ടുവെന്നും വലിയ തോതിൽ പുകയുയർന്നുവെന്നും രാജ്യാന്തര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. ഓപ്പറേഷൻ ലയൺസ് റോൾ എന്ന പേരിലാണ് ഇറാനെതിരായ ആക്രമണം. ഇറാൻ തിരിച്ച് മിസൈൽ ആക്രമണം തുടങ്ങിയിട്ടുണ്ട്. ഇറാനെതിരെ നിലപാട് കടുപ്പിക്കുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം. ഇറാൻ തീവ്രവാദം സ്പോൺസർ ചെയ്യുന്ന രാജ്യമെന്നും ട്രംപ് പറഞ്ഞു. Short time ago, the United States military began major combat operations in Iran. Our objective is to defend the American people by eliminating imminent threats from the Iranian regime, a vicious group of very hard, terrible people. Its menacing activities directly endanger the United States, our troops, our bases overseas, and our allies throughout the world. From Lebanon to Yemen and Syria to Iraq, the regime has armed, trained, and funded terrorist militias that have soaked the earth with blood and guts. And it was Iran's proxy, Hamas, that launched the monstrous October 7th attacks on Israel, slaughtering more than 1,000 innocent people, including 46 Americans, while taking 12 of our citizens hostage. It was brutal, something like the world has never seen before. Iran is the world's #1 state sponsor of terror and just recently killed tens of thousands of its own citizens on the street as they protested. It has always been the policy of the United States, in particular my administration, that this terrorist regime can never have a nuclear weapon. I'll say it again, they can never have a nuclear weapon. That is why in Operation Midnight Hammer last June, we obliterated the regime's nuclear program at Fordow, Natanz, and Isfahan. After that attack, we warned them never to resume their malicious pursuit of nuclear weapons, and we sought repeatedly to make a deal. We tried. They wanted to do it. They didn't want to do it. Again, they wanted to do it. They didn't want to do it. They didn't know what was happening. They just wanted to practice evil. But Iran refused, just as it has for decades and decades. ഇറാന്റെ തലസ്ഥാന നഗരമായ ടെഹ്റാന്റെ പല ഭാഗങ്ങളിൽ നിന്നും പുകപടലങ്ങൾ ഉയരുന്നുണ്ട്. പല ഉയർന്ന കെട്ടിടങ്ങളിൽ തീ പടരുന്നുണ്ട്. പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനിയുടെ ഓഫീസുകൾക്ക് സമീപമാണ് ആദ്യ ആക്രമണം ഉണ്ടായതെന്നാണ് റിപ്പോർട്ട്. ആക്രമണം നടക്കുമ്പോൾ ഖമേനി ഓഫീസിലുണ്ടായിരുന്നു എന്നതിൽ വ്യക്തതയില്ല. എന്നാൽ അദ്ദേഹത്തെ സുരക്ഷിത താവളത്തിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് ഇറാനിൽ നിന്നുള്ള വാർത്താ ഏജൻസികൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വിവരങ്ങളുമായി KP അഭിലാഷ് ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്ന്. അഭിലാഷ്, കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി ഈ രീതിയിലുള്ള പല വാർത്തകളും പുറത്തു വന്നിരുന്നു. ഒരു സംഘർഷഭരിതമായിട്ടുള്ള സാഹചര്യമുണ്ട്, യുദ്ധസമാനമായ സാഹചര്യമുണ്ടെന്ന്. പക്ഷേ പെട്ടെന്ന് ഈ രീതിയിലുള്ള ഒരു സംയുക്ത ആക്രമണം പ്രതീക്ഷിച്ചതാണോ? ടോം, ലോകരാജ്യങ്ങളെ ഒന്നടങ്കം ഭീതിയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഇറാന് മേൽ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ആക്രമണം നടത്തിയിട്ടുള്ളത്. ഈ ആക്രമണം എന്നത് ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള അയത്തുള്ള ഖമനേയിയെ ലക്ഷ്യം വെച്ച് എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അതായത് ഖമനേയിയുടെ ഓഫീസിനും വീടിനും സമീപം ആണ് വലിയ തരത്തിലുള്ള ആക്രമണം ഇപ്പോൾ അമേരിക്ക അഴിച്ചുവിട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ആസൂത്രിതമായ വെൽ പ്ലാൻഡായ ഓപ്പറേഷൻ എന്ന് തന്നെയുള്ളതാണ്. അതേസമയം ടോം സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നു, ആവർത്തിച്ച് ഇറാനോട് ആവശ്യപ്പെടുകയാണ് ഇറാൻ ആണവ പരീക്ഷണങ്ങൾ അവസാനിപ്പിക്കണമെന്ന്, ആണവ നിരായുധീകരണത്തിലേക്ക് പോകണം എന്നുള്ളത്. പക്ഷേ ഇറാൻ ആണ് ലോകത്തെ ഏറ്റവും അധികം തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യം. അതുകൊണ്ട് തന്നെ അതിനെതിരെ പോരാടേണ്ടത് അമേരിക്കയുടെ ഉത്തരവാദിത്തമാണ് എന്നും അത് നടപ്പിലാക്കുകയാണ് എന്നുമാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്ത് നിന്നുണ്ടായ പ്രതികരണം. ഇങ്ങനെയൊരു അപ്രതീക്ഷിതമായ ഒരു ആക്രമണമായിരുന്നോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല എന്ന് തന്നെയാണ് നമുക്ക് പറയേണ്ടത്.
പറയുന്നത്. കാരണം അമേരിക്ക നേരത്തെ തന്നെ ഈ ആക്രമണത്തിനുള്ള മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചതാണ്, ആക്രമിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയതാണ്. ഇസ്രായേലിന്റെ തീരങ്ങളിൽ അടക്കം അമേരിക്കയുടെ പടക്കൂറ്റൻ യുദ്ധക്കപ്പലുകൾ നേരത്തെ തന്നെ നിലയുറപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും ഇസ്രായേലിന്റെ സഹായത്തോടു കൂടിയുള്ള ഒരു ആക്രമണം ഇറാനിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. അതേസമയം ഒമാന്റെ നേതൃത്വത്തിൽ ഉള്ള മധ്യസ്ഥ ചർച്ചകൾ മുന്നോട്ട് പോവുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ ജനീവയിൽ നടത്തിയ ചർച്ച, ആ ചർച്ചയ്ക്ക് ശേഷം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ പ്രതികരണം എന്നത് താൻ ഒട്ടും സന്തുഷ്ടനല്ല എന്നുള്ളതായിരുന്നു. ഒരു ആക്രമണം നടത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ അതിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയാണ് എന്നുള്ളതായിരുന്നു. വൈസ് പ്രസിഡന്റ് JD വാൻസും ഇതേ സമാനമായ പ്രതികരണം തന്നെയാണ് നടത്തിയത്. പശ്ചിമേഷ്യയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംഘർഷ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് അമേരിക്ക ആഗ്രഹിക്കുന്നില്ല, പക്ഷേ അങ്ങനെ ഒരു പശ്ചാത്തലം ഒരുങ്ങി വരുന്നു. അതിന് മാധ്യമപ്രവർത്തകരടക്കം യുദ്ധമുണ്ടാകുമോ ആക്രമണം ഉണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോൾ അതിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് ഡൊണാൾഡ് ട്രംപാണ് എന്നും തനിക്കറിയില്ല എന്നുമായിരുന്നു വാൻസിന്റെ മറുപടി എന്നതാണ്. എന്തായാലും ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ വന്ന് മണിക്കൂറുകൾക്കകം ആണ് ഇപ്പോൾ ഈ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇറാന്റെ ഹൃദയത്തിൽ കയറി അടിച്ചിരിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇപ്പോൾ ലോകത്ത് തന്നെ ചർച്ച ചെയ്യപ്പെടുന്നത് ഇത്രമേൽ യുദ്ധ സാധ്യതകൾ നിലനിന്നിരുന്ന ഒരു പശ്ചാത്തലം, ഏത് സമയത്ത് വേണമെങ്കിലും അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടാകാം എന്ന് പ്രതീക്ഷിച്ചിരിക്കേണ്ട സമയം. അങ്ങനെ ഒരു സമയത്താണ് ടെഹ്റാൻ പോലെ തന്ത്രപ്രധാനമായ ഒരു പ്രദേശത്തേക്ക് ഇസ്രായേലിന്റെ സഹായത്തോടെയുള്ള ആക്രമണം എന്നതാണ് ടോം ഈ ആക്രമണത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. അതായത് ചെറിയൊരു ആക്രമണമായി ഇതിനെ കണക്കാക്കാൻ സാധിക്കില്ല, വലിയ ആക്രമണവും വലിയ ലക്ഷ്യവും എന്നതാണ് എടുത്തു പറയേണ്ടത്. തീവ്രവാദ ശക്തികളെ ഇല്ലായ്മ ചെയ്യുക എന്നതാണ് ലക്ഷ്യം എന്ന് പറയുമ്പോൾ പോലും ഇപ്പോൾ ആക്രമണം ഉണ്ടായിട്ടുള്ള പ്രദേശം എന്നത് അവിടുത്തെ ഭരണത്തലവന്മാരുടെ അല്ലെങ്കിൽ രാജ്യത്തെ തന്നെ ഏറ്റവും പരമോന്നതനായ നേതാവ് അയത്തുള്ള ഖമനേയിയുടെ കേന്ദ്രത്തിൽ ആണ്, അദ്ദേഹത്തിന്റെ ഓഫീസിന് സമീപമാണ്, വീടിന് സമീപം ആണ് എന്ന് പറയുമ്പോൾ ഖമനേയിയെ തന്നെയാണ് ലക്ഷ്യം വെച്ചത് അമേരിക്ക എന്നതാണ് ഈ ആക്രമണത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. അതെന്തുകൊണ്ട് തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നു ഇറാന് എന്ന ചോദ്യം ആണ് ഇപ്പോൾ പ്രതിരോധ രംഗത്ത് നിന്ന് ഉയരുന്നത്. ഒരുപക്ഷെ മറ്റേതെങ്കിലും കേന്ദ്രങ്ങളിൽ ആയിരുന്നു ആക്രമണം നടത്തുന്നത് എങ്കിൽ അതിന് ഇത്രയും ഗൗരവ സ്വഭാവം ഉണ്ടാകുമായിരുന്നില്ല. കാരണം ആക്രമണം എന്നത് പ്രതീക്ഷിച്ചിരുന്നതാണ്, പക്ഷേ അത് തന്ത്രപ്രധാനമായ മേഖലയിൽ തന്നെ ആക്രമിക്കുന്നു, ആ ആക്രമണം വിജയിക്കുന്നു എന്നതാണ് ഇപ്പോൾ എടുത്തു പറയേണ്ടത്. അതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ പുക ഉയരുന്നത്. വലിയ ആക്രമണം, മിസൈൽ ആക്രമണം. തീർച്ചയായും അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ വളരെ പ്രധാനമായ സ്ഥലങ്ങളിൽ ആണ് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടായത്. ഇറാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരം, 1 കോടിയോളം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശം, അവിടെയാണ് വലിയ സ്ഫോടനങ്ങൾ ഉണ്ടായത്, വലിയ നാശനഷ്ടങ്ങളുണ്ടോ. മാത്രമല്ല ഇറാൻ തിരിച്ചടിക്കുന്നു എന്ന റിപ്പോർട്ടുകളിലൂടെ വരുന്നുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ അത് ഏത് സാഹചര്യത്തിലേക്കായിരിക്കും, ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യത്തിലേക്കാണോ കാര്യങ്ങൾ നീങ്ങുന്നത്? ടോം, ഇറാൻ തിരിച്ചടിക്കുന്നു എന്ന റിപ്പോർട്ടുകൾക്കപ്പുറത്ത് ഇറാൻ തിരിച്ചടിക്കുന്നു എന്ന് ഇസ്രായേൽ തന്നെയാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതായത് ഇസ്രായേൽ സ്ഥിരീകരിക്കുന്നു അമേരിക്കയുടെ സഹായത്തോടു കൂടി തന്നെയാണ് ആക്രമണം നടത്തിയത് എന്ന്. ആ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന തരത്തിലല്ല എങ്കിൽ ആക്രമണം അറിയിച്ചു തന്നെ, നമുക്കറിയാമല്ലോ യുദ്ധം എന്നത് പലപ്പോഴും ഇത്തരത്തിലാണ്. അതായത് കൃത്യമായി മുന്നറിയിപ്പ് നൽകുന്നു, ആക്രമിക്കുമെന്ന അറിയിപ്പ് നൽകുന്നു. അങ്ങനെയുള്ള സൂചനകൾ ഒക്കെ പുറത്തുവിട്ടതിന് ശേഷം തന്നെയാണ് അങ്ങനെ ഒരു യുദ്ധത്തിലേക്കാണ് കടക്കുന്നത്. പക്ഷേ ആ യുദ്ധം എത്രത്തോളം നീണ്ടുപോകും, അതിന്റെ